ഹലോ ഫ്രണ്ട്സ്, ഞാൻ അനി. അമ്മൂസ് പൊടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സർബത്തും കൊണ്ടാണ് വന്നിട്ടുള്ളത്. കൂവളത്തിൻ്റെ കായ ഉപയോഗിച്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. ഇത് ഏറെ ഔഷധ ഗുണമുള്ള ഒന്നാണ്. ഈ കൂവളം ശിവൻ്റെ ഇഷ്ടവൃക്ഷമായതിനാൽ ഇതിനെ ശിവഭ്രമം എന്നും വിളിക്കാറുണ്ട്. കൂവളത്തിൻ്റെ പ്രചാരത്തിലുള്ള പേര് ബേൽ എന്നാണ്. കൂവളത്തിൻ്റെ ഫലത്തിൽ നിന്നാണ് ബിലേഫ്ലെക്സ് എന്ന ഔഷധം ലഭിക്കുന്നത്. കൂവളത്തിൻ്റെ ഇല, വേര്, തൊലി എന്നിവ ഔഷധങ്ങൾ ഉണ്ടാക്കാനും ഉപയോഗിക്കുന്നു. കഫം, വാതം, ചുമ, പ്രമേഹം, അതിസാരം എന്നിവയ്ക്ക് മികച്ച ഔഷധ ഗുണമുള്ള ഒന്നാണ് കൂവളം. ഇത് ചൂടുകാലത്ത് കുടിക്കുന്നതോടുകൂടി നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും കുളിർമയും കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാനും ഇത് നമ്മെ സഹായിക്കുന്നു. ഇതിനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ദയവായി നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്കും ഷെയറും ചെയ്യാനും മറക്കരുതേ. ഇതാണ് കൂവളത്തിൻ്റെ ഫലം. നമ്മൾ ശിവന് കൂവളത്തിൻ മാല ചാർത്താറില്ലേ? ആ വൃക്ഷത്തിൻ്റെ ഫലമാണിത്. ഇത് പൊട്ടിച്ച് ഇതിനകത്തുള്ള പൾപ്പാണ് നമുക്ക് ജ്യൂസിനായിട്ട് വേണ്ടുന്നത്. ഇത് എങ്ങനെയാണ് പൊട്ടിക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ഇതിൻ്റെ പൾപ്പ്. ഈ പൾപ്പാണ് നമുക്ക് ജ്യൂസിനായിട്ട് വേണ്ടുന്നത്. ഇതിന് നല്ല മണമാണ്. ഇതിപ്പം കേൾക്കുന്നത് നല്ല മണമാണ് ഇതിനകത്ത് ഒരു അരിയുണ്ട്. ഈ അരി ഇല്ലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കിത് മിക്സിയിലിട്ട് അടിച്ചെടുക്കാമായിരുന്നു. ഈ അരിക്ക് ചെറിയ കയ്പുണ്ട്, അതുകൊണ്ട് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഇതിൻ്റെ ജ്യൂസ് കണ്ടോ? ഇപ്പോഴേ കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. നമുക്കിത് നല്ല മണം എടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഇത്രയും പൾപ്പ് ഇതിനകത്തുനിന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെ ഞാൻ പൾപ്പ് എടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു വലിയ പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടച്ച് ഒരു അരമണിക്കൂറത്തേക്ക് മാറ്റി വെക്കണം. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. ഇതിനെ ഇതിൻ്റെ ജ്യൂസ് എല്ലാം കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനി നമുക്ക് നല്ലതുകൊണ്ട് കൈ കൊണ്ട് മെഷ് ചെയ്ത് ഇതിൻ്റെ ഈ അരിയെല്ലാം കുന്തുമെല്ലാം വെളിയിലെടുക്കണം. ഇനി ഇത് നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി ഇതിൻ്റെ നാരും അരിയും എല്ലാം വേർതിരിയത്തക്കോണം നമുക്ക് നല്ലവണ്ണം ഉടച്ചെടുക്കണം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊരു വേറൊരു പാത്രത്തിലോട്ട് അരിച്ചെടുക്കണം. ഇത് വേണമെങ്കിൽ ചിലർ പഞ്ചസാരയും കൂടെ ചേർത്ത് ചൂടാക്കി തിളപ്പിച്ചും കൂടെ എടുക്കാറുണ്ട്. തിളപ്പിച്ചാൽ ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം നശിച്ചു പോകും. അതുകൊണ്ട് എപ്പോഴും തണുത്ത വെള്ളം ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇതിൻ്റെ ജ്യൂസ് എല്ലാം ഞാൻ നല്ലതുപോലെ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ജാറിലോട്ട് ഒഴിക്കാം. ഇതിൽ കുറച്ച് മധുരമേ ഉള്ളൂ. ഇത് ഡയബറ്റീസ് ഉള്ളവർ ഇങ്ങനെ തന്നെ ഉപയോഗിക്കണം. ഡയബറ്റീസ് ഇല്ലാത്തവർക്ക് കുറച്ച് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് മധുരമിട്ട് ഐസ് ക്യൂബും ചേർത്ത് നമുക്കിത് സെർവ് ചെയ്യാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. കൂവളഫലം കിട്ടിയാൽ നിങ്ങൾ ഇതുപോലെ ഉപയോഗിക്കണം. പാഴാക്കി കളയരുതേ. ഇത് ശരീരത്തിന് നല്ല കുളിർമയും തണുപ്പും ഏകുന്ന ഒരു ഡ്രിങ്കാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ. താങ്ക് യു.